എന്തുകൊണ്ടാണ് ഈ വഴി അവൻ തിരഞ്ഞെടുത്തത്? മനസ്സവന് ഉത്തരം കൊടുക്കും മുൻപ് അവൻ്റെ കാലുകൾ തീരുമാനമെടുത്തിരിക്കുന്നു. ഓരോ ചുവടുകളും അവന് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവ അങ്ങനെ അല്ലാതാകുന്നുണ്ട്. കാലങ്ങൾ പലത് കഴിഞ്ഞിരിക്കുന്നു ഈ യാത്ര തുടങ്ങിയിട്ട്. നഗരജീവിതത്തിലെ ഏകാന്തത കഠിനമായ ഒരു രാത്രി കണ്ട സ്വപ്നമായിരുന്നു ഇതിൻ്റെ തുടക്കം. ഓരോ രാത്രിയിലും ആ സ്വപ്നം തിരിച്ചു വന്നു. അതിലൊരിക്കലും ആരുടെയും മുഖം വന്നില്ല, പകരം ആരുടെയൊക്കെയോ സാന്നിധ്യമുണ്ടായിരുന്നു. അവരുടെ സ്നേഹം അവൻ അനുഭവിച്ചു. അനാഥനായി വളർന്ന അവന് ആരൊക്കെയോ ഉണ്ട് എന്ന തോന്നലുണ്ടായി. ദിവസങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് സ്വപ്നങ്ങൾക്ക് വ്യക്തത വന്നുകൊണ്ടിരുന്നു. സ്വപ്നങ്ങളിൽ അവനൊരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. ഓരോ തവണ സ്വപ്നമുണരുമ്പോഴും അവൻ്റെ നെഞ്ച് പിടച്ചുകൊണ്ടിരുന്നു. അകാരണമായ പേടി കൊണ്ടായിരുന്നില്ല, പകരം പരിചിതമായ ഒരടുപ്പം തോന്നുന്നത് കൊണ്ടായിരുന്നു. അവൻ അതിൻ്റെ കാരണം അന്വേഷിച്ചിറങ്ങി. അവൻ്റെ കുട്ടിക്കാലത്തെ അവശേഷിക്കുന്ന ഓർമ്മ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നതിൻ്റേതാണ്. അപ്പോൾ ജനാലയിലൂടെ കണ്ട കാഴ്ചയായിരിക്കുമോ ഇതെന്ന് കരുതി അവൻ ആ ഹോസ്പിറ്റൽ അന്വേഷിച്ചു പോയി. പക്ഷേ ആ ഹോസ്പിറ്റൽ കാലങ്ങൾക്ക് മുൻപേ പൂട്ടിപ്പോയിരുന്നു. അവിടെ നിന്ന് നോക്കിയ അവൻ അങ്ങനെ ഒരു കുന്ന് കണ്ടുമില്ല. തുടർന്ന് പലയിടത്തും അലഞ്ഞു തിരിഞ്ഞെങ്കിലും സ്വപ്നത്തിലെ കുന്ന് കണ്ടെത്താനായില്ല. ഈ യാത്ര അവൻ്റെ അവസാന പ്രതീക്ഷയാണ്. എന്തുകൊണ്ടോ ഇത്തവണ ആ പ്രതീക്ഷ തെറ്റുമെന്ന് അവൻ്റെ മനസ്സ് പറയുന്നില്ല. അവൻ നടക്കുന്ന ഓരോ വഴികളും അവനെ തിരിച്ചറിഞ്ഞ് വഴിമാറുന്ന പോലെ അവന് തോന്നി. കാട് അവനെ നോക്കി ശ്വാസം പിടിച്ചു നിന്നു. ഒടുവിൽ അവൻ്റെ സ്വപ്നം അവൻ്റെ കണ്ണിന് പിന്നിൽ നിന്ന് മുന്നിലേക്ക് വന്നു നിന്നു. പിന്നെയുള്ളവൻ്റെ ഓരോ കാൽവയ്പ്പുകളും അവൻ മനഃപൂർവ്വം മൂടിവെച്ച ഓർമ്മകളുടെ മറ പതുക്കെ തുറന്നു. ഇവിടെ വച്ചാണ് അവൻ അമ്മയും സഹോദരങ്ങളെയും ഒരിക്കലും ഉപേക്ഷിച്ചിട്ട് പോയത്. അവൻ്റെ കണ്ണുകൾ അറിയാതെ നിറയുന്നുണ്ടായിരുന്നു. അവൻ കുന്നിൻ്റെ മുകളിലെത്തിയപ്പോഴേക്കും അവൻ്റെ മനസ്സിലൊരു ചോദ്യം അലട്ടിക്കൊണ്ടിരുന്നു. അവരെ ഉപേക്ഷിച്ചിട്ട് പോയത് തെറ്റായിപ്പോയോ? പെട്ടെന്ന് അവൻ്റെ പിന്നിൽ ആരൊക്കെയോ നിൽക്കുന്നത് പോലെ അവന് തോന്നി. അവൻ സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കി. അതൊരു പെരുമ്പാമ്പായിരുന്നു. അവൻ പതുക്കെ വിളിച്ചു, കാ. എനിക്കറിയാമായിരുന്നു നീ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന്. പെരുമ്പാമ്പ് മറുപടി പറഞ്ഞു. അവൻ പെരുമ്പാമ്പിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. മമ്മിയും ബഗീരങ്ങളും ഒക്കെ എവിടെ? അവരാരും എന്നെ കാണാൻ വരുന്നില്ലേ? കാ ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം പറഞ്ഞു. അവരൊക്കെ പോയി മൗഗ്ലി. മൗഗ്ലി ഒന്നും മിണ്ടിയില്ല. പിന്നെ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ താമസിച്ചു പോയല്ലേ. കാ കുറ്റപ്പെടുത്തിയില്ല. തന്നെ കാടെന്തിനാണ് തിരികെ വിളിച്ചതെന്ന് മൗഗ്ലിക്ക് വ്യക്തമായി. ഇനിയും താമസിക്കാതിരിക്കാൻ, ഈ ഭൂമിയിൽ തനിക്ക് കുടുംബമെന്ന് വിളിക്കാൻ ഒരാൾ കൂടി അവശേഷിക്കുന്നുണ്ട് എന്നവൻ തിരിച്ചറിഞ്ഞു.